Hey all, welcome back. ഈ വീഡിയോയിൽ LBS MCA അലോട്ട്മെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന കോമൺ ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒക്കെ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അലോട്ട്മെന്റിന് കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ജൂലൈ 26 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഓവറോൾ പ്രോസസ്സ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡൗട്ട്സിലോട്ട് പോവാം. അപ്പോൾ ഈ അലോട്ട്മെന്റ് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. റാങ്ക് ലിസ്റ്റിൽ നെയിം വന്ന സ്റ്റുഡൻസിന് അവർക്ക് ആവശ്യമുള്ള കോളേജസ് ഒക്കെ അവരുടെ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ട് അലോട്ട്മെന്റിന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ആ ഒരു വിൻഡോ ക്ലോസ് ആയാൽ വിത്തിൻ 2 days to 1 week നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയേക്കുന്ന കോളേജ് ഓക്കെ ആണെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് കോളേജ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഓക്കെ അല്ല എങ്കിൽ ടോക്കൺ ഫീസ് പേ ചെയ്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ചും ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ മെമ്മോ ഇതൊക്കെ കിട്ടും. അത് വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാം. ആൻഡ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കോളേജിലും അവർ തന്നെ ടൈം പറയും. ഈ ഡേറ്റ്സിനുള്ളിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കണം, പിന്നെ എത്ര ഫീസ് അടയ്ക്കണം എന്ന എല്ലാ ഡീറ്റെയിൽസും കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആണ് അലോട്ട്മെന്റ് പ്രോസസ്സ്. സോ ഇനി ഇതിൽ നിന്ന് വരുന്ന കോമൺ ഡൗട്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിലും ടോക്കൺ ഫീസ് പേ ചെയ്യണോ? ഇതാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് വന്ന ഡൗട്ട്. നിങ്ങൾ ടോക്കൺ ഫീസ് പേ ചെയ്യുന്നത് ആ ഒരു കോളേജ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ കോളേജ് ഓക്കെ ആണ്, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോക്കൺ ഫീസ് പേ ചെയ്യുന്നത്. അപ്പോൾ കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ട. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ഇനി സെക്കൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ അടയ്ക്കുന്ന ഈ ഒരു 10,000 അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ഫീസ് ലൈക്ക് ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജസ് ആണെങ്കിൽ 7,000 സംതിങ് ആണ്. ആൻഡ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലാണ് 10,000 വരുന്നത്. ആൻഡ് SC ST OEC സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം പേ ചെയ്യുന്ന ഈ ഒരു ടോക്കൺ ഫീസ് അഡ്മിഷൻ ടൈമിൽ അവർ റെഡ്യൂസ് ചെയ്യുമോ എന്നുള്ള ഡൗട്ടാണ്. മീനിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ PTA ഫണ്ട്, കോളേജ് ഡെവലപ്മെന്റ് ഫണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടോട്ടൽ ഒരു 15K അടയ്ക്കാൻ പറയുന്നുണ്ടെന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു ഫീസിൽ നിന്ന് ഈ 10,000 ഈ ഒരു ടോക്കൺ ഫീസ് റെഡ്യൂസ് ചെയ്യുമോ? ഇതാണ് ഡൗട്ട്. അങ്ങനെ അവർ റെഡ്യൂസ് ചെയ്യത്തില്ല. നിങ്ങളിപ്പോൾ പേ ചെയ്യുന്ന ഈ ഒരു ടോക്കൺ ഫീസിനെ അവർ ഫസ്റ്റ് സെമ്മിൻ്റെ ട്യൂഷൻ ഫീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷൻ ടൈമിൽ അവർ പറയുന്ന ഫുൾ എമൗണ്ട് നമുക്ക് അടച്ചേ പറ്റും. ഇനിയുള്ള അടുത്ത ഡൗട്ടാണ്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്ന്. ഇവിടെ അങ്ങനെ ടെമ്പററി അഡ്മിഷൻ ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ടോക്കൺ ഫീ പേ ചെയ്തിട്ട് സീറ്റ് കൺഫേം ചെയ്താൽ മതി. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനിയുള്ള ഡൗട്ടാണ് ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടോ എന്ന്. ട്രയൽ അലോട്ട്മെന്റ് ഇല്ല. 2 റെഗുലർ അലോട്ട്മെന്റ്സ് ആണുള്ളത്, ഫസ്റ്റ് അലോട്ട്മെന്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി ഈ 2 അലോട്ട്മെന്റ് കഴിഞ്ഞ് സീറ്റൊക്കെ ഫില്ലായി കാണും. ഇനി അതിൽ കുറേ വേക്കൻസീസ് ഉണ്ടെങ്കിൽ LBS തന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഒന്ന് കണ്ടക്ട് ചെയ്യും. ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും വേക്കൻസീസ് ഉണ്ടെങ്കിൽ കോളേജ് ലെവലിൽ സ്പോട്ട് അലോട്ട്മെന്റും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഇനി നിങ്ങൾ ടോക്കൺ ഫീ പേ ചെയ്തു ബട്ട് കോളേജസിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടുമോ? ഇതായിരുന്നു അടുത്ത ഡൗട്ട്. ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ട് കോളേജിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടും. ജസ്റ്റ് അഡ്മിഷൻ ക്യാൻസൽ ചെയ്താൽ മതി. ബട്ട് ദ തിങ് ഈസ്, നിങ്ങൾക്ക് ഉടനെ റീഫണ്ട് കിട്ടൂല. നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഒക്കെ ആവും ഈ ഒരു റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡൗട്ടാണ്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ്സ് ഒന്നും കിട്ടിയില്ല എങ്കിലും നെക്സ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും. നിങ്ങളിപ്പോൾ കോളേജ് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യും. ഇനിയുള്ള ഒരു ഡൗട്ടാണ്, നിങ്ങൾക്ക് അലോട്ട് ആയേക്കുന്ന കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിലും സ്റ്റിൽ ടോക്കൺ ഫീസ് പേ ചെയ്യണോ എന്ന്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടിയാലും ലൈക്ക് നിങ്ങൾ കൊടുത്ത കോളേജസേ കിട്ടത്തുള്ളൂ. അതിലുള്ള ഏത് കോളേജ് കിട്ടിയാലും ടോക്കൺ ഫീസ് മസ്റ്റായിട്ട് പേ ചെയ്യണം, എന്നാലേ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏത് കോളേജ് കിട്ടിയാലും ടോക്കൺ ഫീസ് പേ ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യത്തില്ല. സോ ഇതുകൊണ്ടാണ് നിങ്ങൾ കിട്ടിയാലും ജോയിൻ ചെയ്യുമെന്ന് ഷുവറിറ്റി ഉള്ള കോളേജിന്റെ ലിസ്റ്റ് മാത്രം കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ജൂലൈ 26 പുതിയ കോളേജ് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ വൺസ് ജൂലൈ 26 ആണ് ലാസ്റ്റ് ഡേറ്റ്. 26 വരെ നിങ്ങൾക്ക് റീഅറേഞ്ച് ഓപ്ഷൻ അതൊക്കെ കാണും. ബട്ട് 26 കഴിഞ്ഞാൽ പുതിയ കോളേജസ് ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ 26 വരെ ഏതൊക്കെ കോളേജസ് ആണോ കൊടുത്തേക്കുന്നത് ആ കോളേജസ് ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിയാൽ ആ കോളേജിന് ടോപ്പിലുള്ള കോളേജസ് ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ആവുന്നത് ഇഫ് യു വാണ്ട്. അപ്പോൾ 26 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ കോളേജസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയുള്ള ഒരു ഡൗട്ടാണ്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. 26 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ കാണൂല. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് NOC ആണ്. NOC എന്ന് പറയുന്നത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വെക്കാം. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്തു, ബട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഗവൺമെന്റ് ഒരു എയ്ഡഡ് കോളേജ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ കോളേജ് ബെറ്റർ ദാൻ ദിസ് കിട്ടുമോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബട്ട് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തേക്കുന്ന കോളേജിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് കൺഫേം ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആൻഡ് ഫർദർ അലോട്ട്മെന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ഫ്രം മെനി ഓഫ് ദ സ്റ്റുഡൻസ്. സോ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്